Hi dears, 8th സ്റ്റാൻഡേർഡിലെ 10th ചാപ്റ്റർ സ്മൂത്ത് പ്രസൻറ്റേഷൻ. ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലിബ്രോഫീസ് ഇംപ്രസ് എന്ന സോഫ്റ്റ്വെയർ ആണ്. മുൻപ് ക്ലാസ്സുകളിൽ നമ്മൾ ലിബ്രോഫീസ് ഇംപ്രസ് ഉപയോഗിച്ചുകൊണ്ട് സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് പരിചയപ്പെടാം. അതിനുവേണ്ടി ലിബ്രോഫീസ് ഇംപ്രസ് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ സെൽ സ്ട്രക്ചർ എന്ന ഫയൽ നമുക്ക് തന്നിട്ടുള്ളത് അത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഫയൽ ഓപ്പൺ, അതിൽ ഹോമിൽ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 9 ക്ലാസ് 10 സെൽ സ്ട്രക്ചർ .otp എന്ന ഫയൽ കാണാം. അതിനെ ഓപ്പൺ ചെയ്യുക. ഇതാണ് നമ്മുടെ സെൽ സ്ട്രക്ചർ. ഇതാണ് ഇതിൽ കാണിക്കുന്ന മറ്റ് സ്ലൈഡ്സ്. ഈ സ്ലൈഡ്സ് ഇവിടെ വിസിബിൾ അല്ല എങ്കിൽ വ്യൂവിൽ സ്ലൈഡ് പെയിൻ എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുന്നതാണ്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നമ്മോട് പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് സ്ലൈഡിൽ കുറച്ച് കാര്യങ്ങൾ ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സെക്കൻഡ് സ്ലൈഡിൽ ഇവിടെ പ്ലാന്റ് സെല്ല്, ആനിമൽ സെല്ല് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ സെൽസിൻ്റെ പിക്ചേഴ്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇൻസേർട്ട് മെനുവിൽ ഇമേജ് എന്ന് പ്രസ് ചെയ്യുക. നേരത്തെ പോലെ തന്നെ ഹോമിൽ സ്കൂൾ റിസോഴ്സസിലെ ക്ലാസ് 8 ഇമേജസ് ഉണ്ടായിരിക്കും. ആനിമൽ സെല്ലിൻ്റെ ഇമേജ് സെലക്ട് ചെയ്യുക. അതിന് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. സൈസ് ഈ ആരോ മാർക്ക് യൂസ് ചെയ്ത് സൈസ് ഇൻക്രീസ് ചെയ്യാം. ഈ സെലക്ഷൻ ഒഴിവാക്കിയതിന് ശേഷം അഗെയിൻ ഇൻസേർട്ട് ഇമേജ് പ്ലാന്റ് സെല്ല് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് പ്ലാന്റ് സെല്ലും പ്ലേസ് ചെയ്യാം. സൈസ് മാറ്റം വരുത്താം. ഓക്കെ, ഈ ഒരു ഇമേജ് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സെലക്ഷൻ മാറും. അത് വെച്ചിട്ട് നമുക്ക് റൊട്ടേഷനൊക്കെ പോസിബിൾ ആണ്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് പോലെ ഈ ലേബൽ ചെയ്യാനാണ്. പ്ലാന്റ് സെല്ലിൻ്റെയും ആനിമൽ സെല്ലിൻ്റെയും കുറച്ച് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇൻസേർട്ട് മെനുവിൽ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ്, ന്യൂക്ലിയസ്, ഈ രൂപത്തിൽ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടെക്സ്റ്റും നമുക്ക് ഈ രൂപത്തിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്കിതിനൊരു ആരോ മാർക്ക് കൊടുക്കേണ്ടതുണ്ട്. ആരോ മാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ടൂൾസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ ടൂൾസ് അവൈലബിൾ അല്ല എങ്കിൽ വ്യൂവിൽ ടൂൾ ബാക്സിൽ ഡ്രോയിങ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഈ എല്ലാ ടൂൾസും ഇവിടെ ലഭിക്കുന്നതാണ്. ഇതിൽ ഈ ആരോ ടൂള് പ്രസ് ചെയ്യുക. ഒരു ആരോ മാർക്ക് വരക്കാം. ഇതിനെ മൂവ് ചെയ്യാം. ഈ ഒരു ആരോ മാർക്കിന് ഓക്കെ, സൈസൊക്കെ നമുക്ക് ഈ രൂപത്തിൽ ഇൻക്രീസ് ചെയ്യാം. ഇതേ രൂപത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഒരു ഫിഗർ 10.1 കൊടുത്തിട്ടുള്ള പോലെ എല്ലാ ഭാഗത്തും ആരോ മാർക്സും ടെക്സ്റ്റുകളും നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻ്ററാക്ഷൻ കൊടുക്കുക എന്നുള്ളത്. ഇൻ്ററാക്ഷൻ മീൻസ് നമ്മുടെ ഇതിൽ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ, ഇപ്പോൾ നമ്മളിവിടെ സെൽ മെംബ്രെയിൻ എന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ കൊടുത്തിട്ടുള്ള സെൽ മെംബ്രെയിനിൻ്റെ ഒരു സ്ലൈഡ് ഉണ്ടായിരിക്കും. കണ്ടോ, സെൽ മെംബ്രെയിൻ. ഈ സ്ലൈഡിലേക്ക് ഡയറക്റ്റ് പോകണം. കംപ്ലീറ്റ് സ്ലൈഡ് സ്കിപ്പ് ചെയ്ത് ഈ സ്ലൈഡിലേക്ക് നമ്മുടെ
കഴ്സർ പോകണം. അതിനെയാണ് അങ്ങനെ കൊടുക്കുന്നതിനാണ് മെയിനായിട്ട് ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇൻ്ററാക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഈ ഒരു ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ഈ രൂപത്തിൽ സെലക്ട് ചെയ്ത് ഈ ഒരു കഴ്സർ ഇങ്ങനെയുള്ള സിമ്പിൾ ആയതിനു ശേഷം മാത്രം റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്യുക. അതിൽ ഇൻ്ററാക്ഷൻ എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ഒരു ആക്ഷൻ അറ്റ് മൗസ് ക്ലിക്ക് എന്നിടത്ത് ഗോ ടു പേജ് ഓർ ഒബ്ജക്റ്റ് എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏത് സ്ലൈഡിലേക്കാണോ നമുക്ക് മൂവ് ചെയ്യേണ്ടത്, ഇവിടെ 6th സ്ലൈഡാണ്, അതുകൊണ്ട് ആ സ്ലൈഡിനെ സെലക്ട് ചെയ്യുക. 6 സ്ലൈഡ് 6 എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ എന്ന് കൊടുക്കുക. ഇപ്പോൾ സെൽ മെംബ്രെയിനിൽ നമ്മൾ എന്ത് കൊടുത്തു? ഇൻ്ററാക്ഷൻ കൊടുത്തു കഴിഞ്ഞു. അതേ രൂപത്തിൽ ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, റൈബോസോംസ് ഇതിനെല്ലാം നമ്മൾ ഇതേ രൂപത്തിലാണ് ഇൻ്ററാക്ഷൻ കൊടുക്കേണ്ടത്. ഈ ഇൻ്ററാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എപ്പോഴും നമ്മൾ എഡിറ്റിംഗ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രസൻറ്റേഷൻ നമുക്ക് കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്ലൈഡ് ഷോ നമുക്ക് വ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് എന്ന് കൊടുത്താൽ ഫസ്റ്റ് സ്ലൈഡ് മുതലും സ്റ്റാർട്ട് ഫ്രം കറണ്ട് സ്ലൈഡ് എന്ന് കൊടുത്താൽ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സ്ലൈഡിലുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഈ ഒരു സ്ലൈഡ് ഷോ വ്യൂ. ഇതിൽ സെൽ മെംബ്രെയിൻ ക്ലിക്ക് ചെയ്താൽ സെൽ മെംബ്രെയിനിൻ്റെ സ്ലൈഡിലേക്ക് ഓട്ടോമാറ്റിക് കഴ്സർ പോയതായിട്ട് കാണാം. ഇതിനെയാണ് നമ്മുടെ ഇൻ്ററാക്ഷൻ കൊടുക്കുക എന്ന് പറയാം. കീബോർഡിലെ എസ്കേപ്പ് കീ പ്രസ് ചെയ്താൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് മുന്നോട്ട് വരാം. ഈ രൂപത്തിൽ നമ്മുടെ ന്യൂക്ലിയസ് മറ്റുള്ള എല്ലാ ടെക്സ്റ്റുകൾക്കും ഇൻ്ററാക്ഷൻ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ന്യൂക്ലിയസ് എന്നുള്ളത് ഏത് സ്ലൈഡിലാണ് വരുന്നത് എന്ന് നോക്കുക. ഇതാ ന്യൂക്ലിയസ് 5th സ്ലൈഡിലാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ന്യൂക്ലിയസ് സെലക്ട് ചെയ്ത് ഈ ഒരു ആരോ കഴ്സർ ഈ ഒരു സെലക്ഷനായി നിൽക്കുന്ന സമയത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻ്ററാക്ഷൻ കൊടുക്കുക. ഗോ ടു പേജ് ഓർ ഒബ്ജക്റ്റ് എന്നെടുക്കുക. ന്യൂക്ലിയസ് 5th സ്ലൈഡാണ്, സ്ലൈഡ് 5 എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഈ രൂപത്തിലാണ് ഇൻ്ററാക്ഷൻ നൽകാൻ കഴിയുക. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹൈപ്പർ ലിങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മറ്റ് ഭാഗത്ത് നിന്ന്, അതായത് ഇൻ്റർനെറ്റിൽ നിന്ന് ഉള്ള കണ്ടന്റുകളിലേക്ക് നമ്മുടെ സ്ലൈഡിൽ നിന്നും പോവാം. ഇൻ്റർനെറ്റിൽ ഏതെങ്കിലും പേജിലേക്ക് നമുക്ക് ലിങ്ക് പോവാൻ, അല്ല ഏതെങ്കിലും ഒരു ലിങ്കിലേക്ക് നമുക്ക് പോവാൻ, അല്ലെങ്കിൽ ഇതല്ലാതെ മറ്റൊരു സ്ലൈഡിലേക്കോ മറ്റൊരു വീഡിയോയിലേക്കോ ഒക്കെ നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നിന്നും കണക്ഷൻ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഇൻ്റർനെറ്റിലുള്ള ഒരു വെബ് പേജിലേക്കാണ് ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്കൊരു ഒരു സ്ലൈഡിൽ മോർ എബൌട്ട് ഫോട്ടോസിന്തസിസ് എന്നൊരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മളോട് ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സെലക്ട് ചെയ്ത ശേഷം ഇൻസേർട്ട് മെനുവിൽ ഹൈപ്പർ ലിങ്ക് എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഇൻ്റർനെറ്റ് എന്നതല്ലേ എന്നൊന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. എന്നിട്ട് URL www.wikipedia.in എന്നുള്ള URL സൈറ്റ് അഡ്രസ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം അപ്ലൈ കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹൈപ്പർ ലിങ്ക് നമ്മുടെ വിക്കിപീഡിയയിലെ പേജിലേക്ക് ഹൈപ്പർ ലിങ്ക് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. അതും ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ഫ്രം കറണ്ട് സ്ലൈഡ് എന്നെടുത്തു കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെയാണ് നമ്മൾ ഇൻ്ററാക്ഷൻ കൊടുത്തിട്ടുള്ളത്, ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വെബ് പേജിൻ്റെ ഓതൻറ്റിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു വെബ് പേജിലേക്ക് പോകും. ഇതിൽ നെറ്റ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് വിക്കിപീഡിയ സൈറ്റ് കിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് കാണാം ഇതൊരു വെബ് പേജാണ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്, ഗൂഗിൾ ക്രോം. കണ്ടല്ലോ, ഇതാണ്. ഇങ്ങനെ ഈ രൂപത്തിലാണ് നമ്മൾ ഇൻ്റർനെറ്റിലെ പേജിലേക്ക് സെലക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയാം. ഈ രണ്ട് കാര്യങ്ങൾ ഇൻ്ററാക്ഷനും ഹൈപ്പർ ലിങ്കുമാണ് മെയിൻ ആയിട്ട് ഇതിൽ പഠിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റുകൾക്കൊക്കെ ഒരു ആനിമേഷൻ നൽകാം. ഇത് നമ്മുടെ സെല്ല്, ഈ സെൽ സ്ട്രക്ചർ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുക. ആനിമേഷൻ കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ സൈഡ് ബാറിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആനിമേഷൻ, ഈ ഒരു സ്റ്റാർ സിമ്പിൾ കണ്ടോ, ആനിമേഷൻ പ്രസ് ചെയ്യുക. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ
ആഡ് എന്നുള്ള ബട്ടൺ കാണാം. ആഡ് ബട്ടൺ പ്ലസ് ചെയ്താൽ ഇവിടെ നമുക്ക് എഫക്ട്സ് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. അവിടെ നമുക്കതിൻ്റെ ഒരു പ്രിവ്യൂ കിട്ടുന്നതാണ്. ഓക്കെ, ഈ രൂപത്തിൽ എല്ലാ സ്ലൈഡ്സിലും നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റിനായാലും ഇമേജിനായാലും ഒക്കെ നമുക്ക് ഒരു എഫക്റ്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ആഡ് ബട്ടൺ പ്രസ് ചെയ്യുക. ഈ 2 ഇമേജിന് നമ്മൾ എഫക്റ്റ് കൊടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ പ്ലാന്റ് സെൽ എന്ന് എഴുതിയതിന് എഫക്റ്റ് കൊടുക്കാം. ഓക്കെ, അതേ രൂപത്തിൽ ആനിമൽ സെല്ല് ഓരോ തവണയും നമ്മൾ ഈ രൂപത്തിൽ നമുക്ക് എല്ലാ ഇമേജുകൾക്കും ടെക്സ്റ്റുകൾക്കും ആനിമേഷൻ നൽകാവുന്നതാണ്. സെലക്ട് ചെയ്താൽ സെലക്ട് ആയെങ്കിൽ മാത്രമേ നമുക്കിത് അവൈലബിൾ ആവുകയുള്ളൂ. ഓക്കെ, ഇനി ഇതേ രൂപത്തിൽ എല്ലാ സ്ലൈഡുകൾക്കും നമുക്ക് ഈ ഒരു എഫക്റ്റ് കൊടുക്കാവുന്നതാണ്. ഇതിനാണ് ആനിമേഷൻ, ക്യാരക്ടർ ആനിമേഷൻ അല്ലെങ്കിൽ ടെക്സ്റ്റുകൾക്ക് ആനിമേഷൻ കൊടുക്കുക എന്ന് പറയാം. ഇനി നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം സ്ലൈഡുകൾക്ക് ആനിമേഷൻ അല്ലെങ്കിൽ ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറയാം. സ്ലൈഡ് ഈ ഭാഗത്ത് നിന്ന് സ്ലൈഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ സ്ലൈഡ് ട്രാൻസിഷൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ സ്ലൈഡ് മെനുവിലെ സ്ലൈഡ് ട്രാൻസിഷൻ പ്രസ് ചെയ്യാം. ഓക്കെ, ഈ സ്ലൈഡ് ട്രാൻസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും ഓരോന്നും ചൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ സ്ലൈഡിനും ഒരേ എഫക്റ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അപ്ലൈ ട്രാൻസിഷൻ ടു ഓൾ സ്ലൈഡ്സ് എന്ന് പ്രസ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഓരോ സ്ലൈഡിനും ട്രാൻസിഷൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തൽക്കാലം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഈ ഫയൽസ് ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം. സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് F5 എന്നുള്ള കീ പ്രസ് ചെയ്താലും മതിയാകും. ട്രാൻസിഷൻ എഫക്റ്റ് കൊടുത്തതാണ് ഈ കാണുന്നത്. ഇവിടെ സെൽ മെംബ്രെയിനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാം. ന്യൂക്ലിയസിൽ ക്ലിക്ക് ചെയ്താൽ ന്യൂക്ലിയസിൻ്റെ സ്ലൈഡിലോട്ട് പോവാം. കണ്ടോ, ഇതാണ് നമ്മുടെ സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞ ഈ ഒരു പ്രസൻറ്റേഷൻ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനെ സേവ് ചെയ്യാം. ഫയലിൽ സേവ് ആസ്, നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്തതുകൊണ്ട് സേവ് ആസ് എന്ന് കൊടുക്കുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. അതിൽ ഒരു പേര് നൽകിക്കൊണ്ട് അതിന് സേവ് എന്ന് കൊടുക്കുന്നു. ഇത്രയുമാണ് നമുക്ക് 8th സ്റ്റാൻഡേർഡിലെ ഇംപ്രസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.